ഹായ്, വോൾവോ ഐഷറിൻ്റെ ഏറ്റവും പുതിയ 12 വീൽ ടിപ്പറായ 6035 XPT ആണ് നമ്മുടെ കൂടെയുള്ളത്. കാതലായ ഒട്ടേറെ മാറ്റങ്ങളോടുകൂടിയാണ് 6035 XPT നിരത്തിലിറങ്ങുന്നത്. 300 HP പവറും 1200 Nm ടോർക്കും നൽകുന്ന 7.7 ലിറ്റർ 6 സിലിണ്ടർ VDX8 എഞ്ചിനാണ് 6035 XPTക്ക് കരുത്തേക്കുന്നത്. ഡബിൾ ബമ്പറോട് കൂടിയ വൈറ്റ് സ്ലീപ്പർ ക്യാബിൻ കൂടുതൽ സ്റ്റൈലിഷ് ലുക്കും ഡ്രൈവർക്ക് കൂടുതൽ സ്പേസും പ്രദാനം ചെയ്യുന്നു. സുഖപ്രദവും എയർ സസ്പെൻഷനോട് കൂടിയതുമായ മികച്ച സീറ്റുകൾ, ഹബ് റിഡക്ഷനോട് കൂടിയ ഡിഫറൻഷ്യൽ യൂണിറ്റ്, ഇൻ്ററാക്സ് ലോക്ക്, ഡിഫറൻഷ്യൽ ലോക്ക് എന്നിവ പ്രദാനം ചെയ്യുന്നു. ഒട്ടേറെ മാറ്റങ്ങളോടുകൂടി അവതരിപ്പിച്ചിരിക്കുന്ന ഈ വാഹനം കസ്റ്റമേഴ്സിന് എക്സ്പീരിയൻസ് ചെയ്യുന്നതിനായി ഞങ്ങൾ ഇന്നു മുതൽ ട്രയൽ റൺ ആരംഭിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വോൾവോ ഐഷറിൻ്റെ അംഗീകൃത ഡീലറായ PSN ഓട്ടോമൊബൈൽസുമായി ബന്ധപ്പെടുക. ചന്ദ്രേട്ടൻ നമ്മുടെ ഐഷറിൻ്റെ 6035 ടിപ്പർ സിംഗിൾ ഡിറക്ഷൻ വണ്ടി ഓടിച്ചിരുന്ന ആളാണ്. ഇപ്പം നമ്മുടെ ഈ വണ്ടി 6035 XPT ഹബ് റിഡക്ഷനുള്ള വണ്ടി. അപ്പോൾ ചന്ദ്രേട്ടന് ഇപ്പോൾ ഫീൽ ചെയ്യുന്ന ഈ വണ്ടിയിൽ തോന്നുന്ന മാറ്റങ്ങൾ, പഴയ വണ്ടി വെച്ചിട്ട് നോക്കുമ്പോൾ കുറേ മാറ്റങ്ങൾ അല്ലെങ്കിൽ മുമ്പ് ചില പ്രശ്നങ്ങൾ തോന്നിയിരുന്നിരിക്കാം. പ്രശ്നങ്ങൾ ക്യാബിൻ്റെ മെയിൻ എക്സ്ട്രീം നന്നായിട്ടുണ്ട്. പഴയ ക്യാബിൻ ചെറിയ ക്യാബിനാണ്, സ്പേസ് ഇല്ല. അതേമാതിരി സീറ്റിൻ്റെ ആൾട്രേഷൻ നന്നായിട്ടുണ്ട്. സീറ്റ് നന്നായിട്ടുണ്ട്. നേരത്തെ ഉള്ള സീറ്റ് ഭയങ്കര ക്യാബിനൊരു ചാട്ടം ചാടുമ്പോൾ ഈ സീറ്റ് 3 ചാട്ടം ചാട്ടമാണ്. അതിൻ്റെയൊക്കെ വ്യത്യാസമുണ്ട്. ഇപ്പം ക്യാബിൻ്റെ ചാട്ടം കുറവാണ്. അതേമാതിരി വണ്ടി വലിയ കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. ഗിയർ ഷിഫ്റ്റിങ് അതേമാതിരി വലിയ കുഴപ്പമില്ല, പഴയ വണ്ടിനെ വെച്ച് ഇത്തിരി നന്നായിട്ടുണ്ട്. പിന്നെ ബാക്ക് ബോഡി പറയുന്നത് ബാക്ക് പഴയ വണ്ടിനെ വെച്ച് ഇത്തിരി എക്സ്റ്റൻഷൻ കൂടിയ കാരണം ബാക്ക് ഇങ്ങനെ ചെറിയ വന്ന കാരണമാണ് ലോഡ് തട്ടാൻ നന്നായിട്ടുണ്ട്. നല്ല സുഖമുണ്ടല്ലോ. ഇപ്പൊ ഹബ് റിഡക്ഷൻ ഉള്ളതുകൊണ്ട് ലോക്കൊക്കെ ഇട്ട് ഓടിച്ചിരുന്നു, അത് എങ്ങനെയുണ്ട്? ഹബ് റിഡക്ഷൻ അതിന്റെ ആവശ്യം വന്നിട്ടില്ല അല്ലേ? വന്നാൽ നല്ലതാണെന്ന അഭിപ്രായമല്ലേ? പഴയ വണ്ടി വെച്ച് നോക്കുമ്പോൾ അതുപോലെ ക്യാബിനിലെ സ്പേസ് നല്ല വ്യത്യാസം, ക്യാബിന്റെ സ്പേസ് നന്നായിട്ടുണ്ട്, കുഴപ്പമില്ല. അതേപോലെ സീറ്റ് ആൾട്രേഷൻ നന്നായിട്ടുണ്ട്, അതൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഹൗസ് ഈ സൈലൻസറിന്റെ പൈപ്പ് മോളിക്ക ഇതൊക്കെ പൈപ്പ് കുഴപ്പമില്ല, താഴത്തെ പൊടി അടിക്കില്ല. സൗണ്ട് വ്യത്യാസമുണ്ടെങ്കിൽ അത് സൗണ്ട് കൂടുതലുണ്ട്. ഗ്ലാസ് തുറന്നിട്ട് ഓടിക്കണമെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു സൗണ്ട് ആയിരിക്കും. പുറത്തടയ്ക്കുമ്പോഴും നല്ല സൗണ്ട് ഉണ്ടാകും. എന്നാലും ഈ പൊടിന്റെ പ്രശ്നം, പൊല്യൂഷന്റെ ഇതൊക്കെ നിന്നല്ലേ.